നമ്മളിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളെ വളർത്തുന്നവരായിരിക്കും. എന്നാൽ ഈ മൃഗങ്ങൾ നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അത്തരത്തിൽ ഉടമസ്ഥരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തി ഭക്ഷിക്കുകയും ചെയ്ത ചില വളർത്തുമൃഗങ്ങളുടെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ജർമ്മൻകാരനായ മാർക്ക് വോഗലിന് ഒരു പ്രത്യേക ഹോബി ഉണ്ടായിരുന്നു. വളരെ റെയറായിട്ടുള്ള ചിലന്തികളുടെ ബ്രീഡുകളെ വീട്ടിൽ തന്നെ വളർത്തി വലുതാക്കുമായിരുന്നു. ഏകദേശം 200ഓളം ബ്രീഡുകളെ അത്തരത്തിൽ അയാൾ സ്വന്തം റൂമിൽ തന്നെ വളർത്തിയിരുന്നു. അങ്ങനെ അയാൾ ഒരിക്കൽ ബ്ലാക്ക് വിഡോ എന്ന വളരെ വിഷമുള്ള ചിലന്തിയെ അവിടെ എത്തിച്ചു. എന്നാൽ അയാളുടെ കുടുംബക്കാരും കൂട്ടുകാരുമെല്ലാം പലവട്ടമായി ഇതിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ അയാൾ അതൊന്നും വകവെച്ചില്ല. അങ്ങനെ ഒരു ദിവസം ബ്ലാക്ക് വിഡോ എന്ന അതിമാരക വിഷമുള്ള ചിലന്തി അയാളെ കടിച്ചു. ചുറ്റും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കിടന്ന് തന്നെ അയാൾ മരിക്കുകയായിരുന്നു. കുറച്ചാഴ്ചകൾക്ക് ശേഷം വീട്ടിൽ നിന്നും ദുർഗന്ധം വന്നപ്പോൾ അയൽക്കാർ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ ചെന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് ചിലന്തികൾ തിന്ന് അഴുകി നശിച്ച അയാളുടെ ശരീരമായിരുന്നു. മാത്രമല്ല ആ വീട് മുഴുവൻ വിഷച്ചിലന്തികൾ മുട്ടയിട്ട് പെരുകിയിരുന്നു. അമേരിക്കയിലെ റൊണാൾഡ് എന്ന വ്യക്തി തികഞ്ഞ ഒരു മൃഗസ്നേഹിയാണ്. ഇദ്ദേഹത്തിന് ഉടുമ്പുകളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ഉടുമ്പുകളെ അദ്ദേഹം വീട്ടിൽ തന്നെ വളർത്താറുണ്ട്. എന്നാൽ ഈ ഉടുമ്പുകൾ 8 അടി വരെ വളരുകയും മനുഷ്യരോട് അധികം ഇണങ്ങാറുമില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. ഒറ്റയ്ക്ക് താമസിക്കുന്ന റൊണാൾഡിന്റെ ഉടുമ്പുകളോടുള്ള അമിത സ്നേഹത്തിൽ നിന്നും അയാളുടെ സുഹൃത്തുക്കൾ പലപ്പോഴും റൊണാൾഡിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു. എന്നാൽ അതൊന്നും അയാൾ വകവെച്ചില്ല. അങ്ങനെ റൊണാൾഡിനെ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും കണ്ടില്ല. അപ്പോൾ അയൽവാസികൾ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് വീടിന്റെ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. മരിച്ചു കിടക്കുന്ന റൊണാൾഡിന്റെ ശരീരത്തെ ആ ഉടുമ്പുകളെല്ലാം ചേർന്ന് ഭക്ഷിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം റൊണാൾഡ് മരിച്ചതാകുമെന്നും ഭക്ഷണം ലഭിക്കാതെയായപ്പോൾ ഉറുമ്പുകൾ റൊണാൾഡിനെ ഭക്ഷണമാക്കിയതാകാമെന്നുമാണ് വിദഗ്ധർ പിന്നീട് അഭിപ്രായപ്പെട്ടത്. മോറിസ് ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. ഇദ്ദേഹത്തിന് കാടും കാട്ടിലെ വന്യജീവികളും വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെയിരിക്കെ വനത്തിൽ നിന്നും ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ കുഞ്ഞിനെ മോറിസ് എടുത്തു വളർത്തുന്നു. ഇത് ആഫ്രിക്കയിലെ അപകടകാരികളായ ഹിപ്പോപ്പൊട്ടാമസിന്റെ വർഗത്തിൽപ്പെട്ട ഒന്നായിരുന്നു. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ മോറിസ് ഹിപ്പോയുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. ഒരു വളർത്തുനായയെ പോലെയായിരുന്നു മോറിസ് അതിനെ കൊണ്ടു നടന്നത്. മോറിസിന്റെ വീടിനോട് ചേർന്നുള്ള തടാകത്തിൽ ഇവർ എന്നും കുളിക്കാൻ പോകുമായിരുന്നു. ഒരു വളർത്തുനായയെ പോലെ ആ ഹിപ്പോപ്പൊട്ടാമസ് അയാളുടെ കൂടെ തന്നെ നിന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം മോറിസിന്റെ വീട്ടുകാർ കണ്ടത് ആ നദിയിൽ മോറിസിന്റെ ജീവനില്ലാത്ത ശരീരം പൊങ്ങിക്കിടക്കുന്നതായിരുന്നു. മാത്രമല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു വളർത്തിയ വന്യമൃഗത്തിന്റെ കയ്യിൽ നിന്നും 2007 അദ്ദേഹം മരണത്തെ വാങ്ങുകയായിരുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പക്ഷിയാണ് കാസോവാരി പക്ഷികൾ. വലുപ്പത്തിൽ പക്ഷികളിൽ 2ാം സ്ഥാനക്കാരായ ഈ കാസോവാരികൾ മൺമറഞ്ഞ ദിനോസറുകളുമായി സാമ്യമുള്ളവരാണ്. ഇവയുടെ വളരെ ശക്തിയുള്ള നഖങ്ങളും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള ഓട്ടവും മനുഷ്യർക്ക് ഇവരിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത ഒരു കാരണമായിരുന്നു. ഇത്രയും അപകടകാരികളായ ഈ പക്ഷികളെ വീട്ടിൽ വളർത്തിയ ഒരു വ്യക്തിയാണ് മർജിൻ ഹവോസ്. ഒരു ദിവസം തന്റെ കസോവാരികൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം കസോവാരികളുടെ കൂട്ടിലേക്ക് വീഴുകയായിരുന്നു. തന്റെ കൂട്ടിലേക്ക് വീണത് തങ്ങൾക്കുള്ള ഇരയാണെന്ന് കരുതി കസോവാരികൾ കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. അതിക്രൂരമായി മുറിവേറ്റ അദ്ദേഹം ഒടുവിൽ ഫോൺ എടുത്ത് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നാൽ ആളുകൾ എത്തിയപ്പോഴേക്കും അതിക്രൂരമായി മുറിവേറ്റ അദ്ദേഹം അവിടെ തന്നെ വെച്ച് മരിച്ചു പോവുകയായിരുന്നു. ന്യൂയോർക്കിലെ അലൻ സ്റ്റാൻസി എന്ന സ്ത്രീ പാമ്പുകളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല സ്റ്റാൻസി 70ഓളം പാമ്പുകളെ വീട്ടിൽ വളർത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭൂമിയിലെ തന്നെ ഏറ്റവും മാരക വിഷമുള്ള ബ്ലാക്ക് മാമ്പയെ സ്റ്റാൻസി ഇവിടേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ ഇതിന്റെ കടിയേറ്റാൽ മിനിറ്റുകൾക്കുള്ളിൽ ആന്റിവെനം നൽകിയില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അത്രത്തോളം അപകടകാരിയാണ് ഈ ബ്ലാക്ക് മാമ്പകൾ. തന്റെ ബന്ധുക്കളും കൂട്ടുകാരും ഒരുപാട് ഉപദേശിച്ചെങ്കിലും സ്റ്റാൻസി പാമ്പ് വളർത്തൽ ഉപേക്ഷിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ബ്ലാക്ക് മാമ്പ എങ്ങനെയോ കൂട്ടിൽ നിന്ന് പുറത്തു ചാടുകയും സ്റ്റാൻസിയുടെ കയ്യിൽ കടിക്കുകയും ചെയ്തു. കടിയേറ്റ് ബോധമില്ലാതെ കിടക്കുന്ന സ്റ്റാൻസിയെ ആദ്യം കണ്ടത് അവരുടെ ബോയ്ഫ്രണ്ടാണ്. പിന്നീട് മെഡിക്കൽ ടീം അവിടെ എത്തി സ്റ്റാൻസിക്ക് ആന്റിവെനം നൽകിയെങ്കിലും സ്റ്റാൻസിയെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ബ്ലാക്ക് മാമ്പ അവളുടെ ജീവൻ എടുക്കുകയായിരുന്നു. വന്യമൃഗങ്ങളെ വീട്ടിൽ വളർത്തി മരണം ഇരന്നു വാങ്ങിച്ച ആളുകളുടെ ഏതാനും ചില സംഭവങ്ങൾ മാത്രമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.